പകർന്നു തരുന്നത് നമ്മൾ അതുമായിട്ട് താതാത്മ്യപ്പെടുക എന്നുള്ളതാണ്. നമ്മളതിന് ആ കഥാപാത്രങ്ങളായിട്ട് മാറുക. ഒരുപക്ഷെ ഈ യാജ്ഞവൽക്യനും ഗാർഗിയൊക്കെ ആയിട്ട് ഞാൻ മാറുകയുണ്ടായി, ഞാൻ മന്ത്രവുമായിട്ട് മാറുകയുണ്ടായി. അങ്ങനെ അതിലൂടെയാണ് പലപ്പോഴും എനിക്ക് എൻ്റെ തന്നെ ഉള്ളിലുള്ള ഞാൻ സ്വീകരിക്കുന്ന, ഒരുപക്ഷെ ഗുരു പറയാതെ പറയുകയും പല ഗ്രന്ഥങ്ങളിലേയും സൂചിപ്പിക്കുകയും ചെയ്യുന്ന ഗുരുവിൻ്റെ ഒരു അന്വേഷണ രീതിയിൽ ദൈവം ഉണ്ടോ ഇല്ലയോ എന്ന് വ്യക്തമാക്കാതെ തന്നെ സഹയാത്രികനെ അന്ന് കൂടെ ഈ കേരളത്തിന് വെളിയിലും ഇന്ത്യക്ക് വെളിയിലുമൊക്കെയുള്ള നിരവധി സാധാരണക്കാരും ബുദ്ധിജീവികളും ഉൾപ്പെടെയുള്ളവർ ഗുരുവിൻ്റെ ചാരത്ത് വന്നണയുകയും ആ സവിധത്തിൽ വെറുതെ നോക്കിയിരിക്കുകയും ചെയ്യുന്നത്. അതുതന്നെ ഗുരു പറയുന്നത് ഭാഷ ശരിക്കും മൗനമാകാറുണ്ട്. ആ മൗനത്തിലൂടെയാണ് ആ സമയത്ത് എല്ലാം സ്വീകരിക്കുകയും വിതരണം ചെയ്യുകയും ചെയ്യുന്നത് ഈ ബൃഹദാരണ്യ ഉപനിഷത്തിന്റെ വ്യാഖ്യാനത്തിൽ ഒരു സ്ഥലത്ത് ഗുരു തുറന്ന് സമ്മതിക്കുന്നു. അത് അനുഭവിച്ചറിഞ്ഞ അതുകൊണ്ടായിരിക്കാം പിന്നീട് അത് അനുഭവിച്ചറിഞ്ഞതിന് മുന്നേ ശ്രീനാരായണഗുരുവിന്റെ ശിഷ്യനായ നടരാജഗുരുവിന്റെ ആശയങ്ങളെ സ്വീകരിക്കാൻ പല സ്ഥലത്തും സഞ്ചരിച്ചു. ഊട്ടിയിൽ വന്ന് ഗുരുവിന്റെ ശിഷ്യ ആയതിനു ശേഷം ഗുരുവിനൊപ്പം ഉണ്ടായിരുന്ന രമണ മഹർഷിയിൽ നിന്ന് സന്യാസം സ്വീകരിക്കുക. അവിടെ കൊണ്ടുവച്ച് മിണ്ടുന്നില്ല, പക്ഷെ സ്വയം ആ സന്യാസം കാവ്യവസ്ത്രം സ്വീകരിച്ചുകൊണ്ട് ഈ ലോകം മുഴുവൻ സഞ്ചരിച്ച നമുക്ക് ഒരുപക്ഷെ ഇന്നത്തെ കാലത്ത് നമുക്ക് ഒരുപക്ഷെ ഇന്നിവിടെ ഈ നിത്യഗുരുവിനെ സ്മരിക്കുമ്പോൾ നമുക്ക് ആ ഒരു വിശ്വവിജ്ഞാന കോശത്തെ ഒരു 10 മിനിറ്റിൽ നമുക്ക് ഒതുക്കി നിർത്താൻ പറ്റുകയില്ല. പക്ഷെ ഒന്നെനിക്ക് ഉറപ്പിച്ച് പറയാൻ കഴിയും, നമ്മൾ വിട്ടുകളയുന്നു, നമ്മൾ സ്വീകരിക്കാതിരിക്കുന്ന, നമ്മൾ സമീപിക്കേണ്ട, ഏതിനെയും സമീപിക്കേണ്ട എത്രയോ സിനിമയും ശാസ്ത്രവും കലയും സംഗീതവും അതുപോലെ നൃത്തവും എല്ലാ മേഖലകളിലൂടെയും ഗുരു സമീപിക്കുന്നത് സൗന്ദര്യത്തിന് വേണ്ടിയിട്ടാണ്. ഗുരുവിന്റെ സമീപനം സൗന്ദര്യാത്മകമായ ഒരു ദർശനമാണ്. ഗുരു സൗന്ദര്യത്തിലൂടെ കാണാൻ നമ്മെ പഠിപ്പിക്കുകയായിരുന്നു. ഏറ്റവും ചാരുതയോടെ, ഏറ്റവും മനോഹാരിതയോടെ, പ്രണയത്തോടെ ദൈവത്തെ പോലും സമീപിക്കണം. അതുകൊണ്ടാണ് മിസ്റ്റിക് കവിതകളെയൊക്കെ ഒരുപക്ഷെ സന്യാസത്തിന് പോലും ഒരു കാൽപ്പനികതയുടെ രൂപവും ഭാവവും സൗന്ദര്യവും പകർന്നു നൽകിയത് ഈ ഇന്ത്യയിൽ നിത്യചര്യയിൽ തന്നെയാണ്. ഏത് ആശ്രമങ്ങളിൽ ചെന്നു കഴിഞ്ഞാലും നമുക്ക് അറിയാൻ കഴിയുന്ന ഈ പ്രൗഢമായ വേദാന്ത സത്യത്തിന്റെ സങ്കീർണതയെ ഗ്രഹിച്ച് മസിൽ പിടിച്ച് ചിരിക്കാൻ പറ്റാത്ത ഒരുതരം ഡെമ്പിന്റെ പുറത്ത് ജീവിക്കുന്ന സന്യാസ മഠങ്ങളും മഠാധിപരുടെ ഇടയിൽ ഇത്ര മധുരമായ ഒരു ലോലമായ ഒരു സംഗീതത്തിന്റെ ഒരു ശ്രുതി പോലെ, അല്ലെങ്കിൽ ഓടക്കുഴലിൽ ഒഴുകി വരുന്ന ഒരു സംഗീതത്തിന്റെ മധുരമായ നാദം നമ്മെ അങ്ങ് ലയിപ്പിക്കുന്നത് പോലെ നമ്മുടെ ഇടയിലൂടെ ജീവിച്ചു പോയ ഒരു പുണ്യാത്മാവാണ് നിത്യചര്യയിൽ. അതിന് ഞാൻ ഈ ഷൗക്കത്തിനെ പോലുള്ളവരെ കുറച്ചുകൂടെ ഒരു മേധ വളർന്നതിന് ശേഷമായിരിക്കാം അത് നുകരാൻ കഴിഞ്ഞത്. പക്ഷെ ഒരിക്കലും അതിന്റെ ഗന്ധം എന്താണെന്ന് മനസ്സിലാക്കാൻ പറ്റാതിരുന്ന സമയത്ത് പുണ്യസമ്മതം കൊണ്ട് കുറച്ചു നാളെങ്കിലും ഗുരുവിനോടൊപ്പം എനിക്ക് വസിക്കാൻ കഴിയും. ഈ ഒരു സമയത്ത് ഇങ്ങനെ ഒരു അല്പമായെങ്കിലും നമുക്ക് ആ മഹാഗുരുവിന്റെ ചിന്തയെയും പ്രവർത്തനത്തെയും സമീപനത്തെയും ലോകത്തെ മനുഷ്യരെ വാർത്തെടുക്കുന്നതിൽ ദൈവങ്ങൾക്കപ്പുറം സ്നേഹത്തിനും പ്രണയത്തിനും പരമപ്രധാനമായിട്ടുള്ള സ്ഥാനമുണ്ടെന്ന് ജീവിച്ചു കാണിച്ച പുണ്യാത്മാവിന്റെ പാദങ്ങളിൽ നമസ്കരിച്ചുകൊണ്ട് എല്ലാവർക്കും എൻ്റെ പ്രണാമം അർപ്പിച്ചുകൊണ്ട്